ആർമിയുടെയും ഒപ്പം തന്നെ നേവിയുടെയും നേതൃത്വത്തിലുള്ള തെരച്ചിൽ ഇപ്പോൾ വളരെ വേഗത്തിൽ നടക്കുന്നു എന്ന് വേണം കരുതാൻ. അർജുന്റെ ബന്ധു ജിതിൻ നമുക്കൊപ്പം വീണ്ടും എത്തുന്നു. ജിതിൻ, അർജുനായുള്ള തെരച്ചിൽ ഇപ്പോഴും അവിടെ നടക്കുകയാണ്. എക്സ്കവേറ്റർ അടക്കം എത്തിച്ചിട്ടുണ്ട്. ജിതിന് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? അതെ അതെ, തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഒരു കർമ്മത്തിലാണ്. വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ വേഗത്തിൽ കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് ആർമിയും നേവിയും ഒപ്പം NDRFും ഒരേ രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ജിതിന് അറിയാൻ കഴിഞ്ഞതും അങ്ങനെയാണോ? യന്ത്രങ്ങൾ അങ്ങനത്തെ യന്ത്രങ്ങൾ തന്നെയുള്ളൂ ഇപ്പൊ ഇവിടെ. ഇപ്പോൾ പുഴയിലെ തെരച്ചിലൊക്കെ, അതായത് പുഴയിലൂടെ പോയി നോക്കുന്നതൊക്കെ അവസാനിപ്പിച്ചോ? ഇപ്പോൾ ആ ചായക്കട ഇരുന്ന ഭാഗത്ത്, അതായത് മണ്ണിടിഞ്ഞ് ഒഴുകിയെത്തിയ ഭാഗത്തെ മണ്ണൊക്കെ ഇപ്പോൾ നീക്കി നമുക്ക് റോഡ് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ തന്നെയാണ് മണ്ണെടുപ്പ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുവഴി വഴി തുറന്നു കൊടുത്തോ, അതോ ഈ രക്ഷാപ്രവർത്തകർ മാത്രമാണോ അതുവഴി പോകുന്നത്? വഴി തുറന്നിട്ടില്ല, രക്ഷാപ്രവർത്തകർ മാത്രമേ ഉള്ളൂ. ഒഫീഷ്യൽ വണ്ടികൾ മാത്രമേ പോകുന്നുള്ളൂ. അവിടെ ഇപ്പോൾ എത്ര പേർ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ടാകും ജിതിൻ? ഇപ്പം മണ്ണെടുക്കുന്ന ആൾക്ക്, പക്ഷെ എല്ലാവരും ഇവിടെ സ്റ്റാൻഡ് ബൈ. ഇവിടെ ഇപ്പൊ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ആർമി പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് അവർ മണ്ണെടുക്കുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആ പറയുന്ന പ്രദേശമല്ലേ, അതായത് മല ഇടിഞ്ഞു വീണ അതിന്റെ മലയ്ക്ക് നേരെ എതിർവശത്തുള്ള പുഴയോരം, അവിടെയാണ് ഇപ്പോൾ യന്ത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് നേരത്തെ NDRFന്റെ സംഘവും ഒക്കെ വന്ന് മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിച്ചതും അതേ ഭാഗത്താണ്. അതെ 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 അതെ, അത് ഇന്നലെ ഓൾറെഡി അവിടെയൊക്കെ മാർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഡോഗ് സ്ക്വാഡും വന്ന് ചെക്ക് ചെയ്തത്. ഈ ഡോഗ് സ്ക്വാഡിന്റെ, അതായത് ഈ കടാവർ നായകൾക്കൊക്കെ പെട്ടെന്ന് മണം പിടിച്ച് എത്താൻ കഴിയുന്നതാണ്. അപ്പോൾ ആ നായകളൊക്കെ അവിടെ വന്ന് ഈ NDRFന്റെ സംഘം അവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പരിശോധന പൂർത്തിയാക്കിയോ? പൂർത്തിയാക്കിയൊന്നുമില്ല. ഇനി അപ്പുറം എവിടെ ഉണ്ടോന്ന് അറിയുന്നില്ല. ഇവിടെ ഇപ്പൊ ആരും അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ല. എന്തായാലും ഡോഗ് സ്ക്വാഡിനെ തിരിച്ചു കൊണ്ടുപോയോ? ഇവിടെ ഇല്ല, ഞാൻ സ്പോട്ടിൽ എന്തായാലും ഇല്ല. ഓക്കെ, ഇപ്പോൾ സാറ്റലൈറ്റ് ഇമേജ് അനുസരിച്ച് ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ മണ്ണ് പുഴയിലേക്ക് നേരെയാണ് വീണിരിക്കുന്നത്. അപ്പോൾ ആ ചായക്കട ഇരുന്ന ഭാഗത്ത് ലോറി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നമ്മുടെ മുന്നിൽ ഇനി ഉള്ളത്. ജിതിൻ, തീർച്ചയായിട്ടും കരയിലെ തെരച്ചിൽ, അതായത് ഈ മലയോട് ചേർന്നുള്ള ഭാഗത്തെ മണ്ണ് മുഴുവൻ നീക്കിയോ? ഇല്ല, മുഴുവൻ നീക്കിയിട്ടില്ല. അത് ഇനിയും നീക്കാനുണ്ട് കുറെ. അതിപ്പോ അവര് നീക്കുന്നുണ്ടോ? ഇല്ല, അവിടെ നിൽക്കുന്നില്ല. ഇപ്പോൾ ആർമി സ്പോട്ട് ചെയ്ത ഭാഗത്ത് മാത്രമാണ് മണ്ണ് നീക്കം. എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ജിതിനെ അവിടേക്ക് കടത്തി വിട്ടോ? ജിതിൻ അവിടെ ഉണ്ടോ? ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഈ മണ്ണ് മന്ദിരടുത്തുണ്ട്, തൊട്ടടുത്തുണ്ട്. അവിടെ ജിതിൻ ഇപ്പോൾ ഈ NDRFന്റെ സംഘമൊക്കെ അവിടെ എത്തി ഈ മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ച് പരിശോധിക്കുന്നത് ജിതിൻ കണ്ടു കാണുമല്ലോ. അവിടെ കുറെ നേരം, 1 മണിക്കൂറോളം നേരം അവർ തുടരുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ് ദൃശ്യങ്ങളിൽ കണ്ടത്. അതെ അതെ അതെ, അവരവിടെ സ്റ്റാൻഡ് ബൈ ഉണ്ടായിരുന്നു എല്ലാവരും. ഈ ലക്ഷ്മണന്റെ കട ഇരുന്ന ഭാഗത്തല്ലേ? അതെ അതെ, കറക്റ്റ് പൊസിഷൻ. അവിടെ കുഴിച്ചു തുടങ്ങിയോ? അതായത് അതിന്റെ മുകൾ ഭാഗത്തെ മണ്ണൊക്കെ മാറ്റിയോ? ഇല്ല, ഇനിയുണ്ട്, കുഴിക്കാനുണ്ട്. മണ്ണ് നല്ല രീതിയിലുള്ള മണ്ണുണ്ട് അവിടെ. ഈ വലിയ വാഹനം അവിടെ എത്തിച്ചോ? എക്സ്കവേറ്റർ അവിടേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് കൊണ്ടുവന്ന് അത് മണ്ണെടുത്ത് തുടങ്ങിയോ? ഇതുവരെ എത്തിയിട്ടില്ല. എപ്പോഴേക്ക്? രാവിലെ അറിയാൻ പറ്റിയത് ഒരു 5 മണിക്കൂറെങ്കിലും എടുക്കും എന്നാണ് അറിയാൻ പറ്റിയത്. രാവിലെ ഇവിടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഓൺ ദ വേ ആണെന്ന് പറഞ്ഞത്.